എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ സുമിത്രയുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ സുമിത്രയും അതുപോലെ തന്നെ സരസ്വതി അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. സരസ്വതി അമ്മയുടെ അടുത്ത് സുമിത്ര പറയുന്നുണ്ട്, അമ്മ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ വിളിച്ചൊന്ന് സംസാരിക്ക്. അവൾക്ക് ഇപ്പൊ എങ്ങനെയാണ്, അവളുടെ വീട്ടിലെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ടും സരസ്വതി അമ്മയാണെങ്കിൽ ശീതളിനെ വിളിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ്. അപ്പൊ സുമിത്ര പറയാണ്, എൻ്റെ മോളല്ലേ, എനിക്കിപ്പം വിളിക്കാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെതാ സ്വന്തം ഫോൺ എടുത്ത് ശീതളിനെ വിളിക്കുന്ന സമയത്താണെങ്കിലോ ശീതൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ വളരെ നിരാശയിൽ സുമിത്ര അതാ കരച്ചിലിന്റെ വക്കിലെത്തി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയോട് സുമിത്ര പറയാണ്, എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ അമ്മ പശ്ചാത്താപിച്ചിട്ട് കാര്യമില്ലാട്ടോ എന്ന് പറയുകയാണ്. എത്രയൊക്കെ വന്നാലും സരസ്വതി അമ്മയുടെ കൊച്ചുമോള് കൂടിയാണല്ലോ ശീതൾ. അപ്പം ആ ഒരു സ്നേഹം ഇനിയെങ്കിലും നിങ്ങൾ എൻ്റെ മോളോട് കാണിക്കുമെന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ സരസ്വതിയുടെ മനസ്സ് അലിയാണ്. സരസ്വതി അമ്മ ദാ ശീതളിനെ ഫോൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ ശീതൾ കോൾ എടുക്കുന്നുണ്ട്. എടുത്ത പാടെ തന്നെ ശീതൾ പറയുകയാണ്, എന്താ അച്ഛമ്മ വിളിച്ചത്? അതാ അമ്മ ഇപ്പോൾ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. ഞാനാണെങ്കിൽ അമ്മയുടെ കോള് കണ്ടിട്ടൊന്നും എടുക്കാൻ പോലും കൂട്ടാക്കിയില്ല. അത്രയ്ക്ക് മോശമായിട്ടാണല്ലോ സച്ചിനോട് പെരുമാറിയത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സരസ്വതി അമ്മ പറയുന്നുണ്ട്, മോളതേ അച്ഛമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാടി. അച്ഛമ്മ ഇപ്പൊ ഉള്ളത് രഞ്ജിതാന്റിയുടെ വീട്ടിലാണ്. രഞ്ജിതാന്റിയോ? ഏതാണ് ആ രഞ്ജിതാന്റി എന്നുള്ള കാര്യം ശീതൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും രോഹിത്തിന്റെ സിസ്റ്ററാണ്, അവളുടെ ഭർത്താവിനെ ഓടിച്ചിരുന്ന ആ ഒരു കാറാണ് തന്നെ ഇടിച്ചതെന്നും അങ്ങനെ തന്റെ കാലൊടിഞ്ഞ് ഇപ്പൊ താൻ ഈ വീട്ടിലാണ് ഉള്ളതെന്നുമുള്ള കാര്യമൊക്കെ ശീതളിന്റെ അടുത്ത് സരസ്വതി അമ്മ ഇങ്ങനെ പറയുകയാണ്. പറയുമ്പോഴത്തേക്കിനും ശീതളാണെങ്കിൽ, അച്ഛമ്മ ഞാൻ അവിടെ ആയതുകൊണ്ട് അച്ഛമ്മയെ കാണാനായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോള് കട്ട് ചെയ്യാണ്. അപ്പൊ സുമിത്രയാണെങ്കിൽ ഇവിടെ വെപ്രാളം പൂണ്ടിരിക്കുകയാണ് തന്റെ മകളുടെ വിശേഷമൊക്കെ അറിയാനായിട്ട്. കേട്ട് സുമിത്ര, നീ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അവക്കില്ല. ഉണ്ടെങ്കിൽ അവളുടെ സംസാരത്തിൽ നിന്നും എനിക്കത് ബോധ്യപ്പെട്ടേനെ. ഇപ്പൊ എനിക്ക് വയ്യെന്നറിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ കുഞ്ഞ് ഓടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവൾ ഇങ്ങോട്ട് വരും. വരുമ്പോ നിനക്കും കാണാം. പിന്നെ കാണുന്നതൊക്കെ കൊള്ളാം. അവളെയും അവളുടെ കെട്ടിയവനെയും തമ്മിൽ തെറ്റിക്കുന്ന എന്തെങ്കിലും കാര്യമാണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കൂടിക്കാഴ്ച അത് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് സരസ്വതി അമ്മ സുമിത്രയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതെന്താന്ന് വെച്ചാലും ഇനി എൻ്റെ മോളെ കാണുമല്ലോ, അപ്പൊ ഞാൻ ആലോചിച്ച് വേണ്ട പോലെ ചെയ്തോളാന്നും പറഞ്ഞ് സുമിത്രയ്ക്ക് ഇതാ പാതി ജീവൻ തിരികെ കിട്ടിയ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ആ സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രഞ്ജിതയും അതുപോലെ തന്നെ അരവിന്ദനും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അപ്പം രോഹിത്തിന്റെ സ്വത്തുക്കൾ ഒരുപാട് തന്നെ ഇവരുടെ പേരിലേക്ക് രോഹിത് ഇങ്ങനെ എഴുതി കൊടുത്തതായിട്ടാണല്ലോ ഇപ്പം വരുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കളുടെ കണക്ക് വകകൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്യുകയാണ്. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ടാണ് നമ്മുടെ സുമിത്ര അങ്ങോട്ട് വരുന്നത്. സുമിത്ര വന്ന പാടെ തന്നെ ഇവർ ഈ സംസാരം ഒന്ന് ഒതുക്കുകയാണ്. അതിനുശേഷം ഇവർ പറയാണ്, അതെ ഞങ്ങളിപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കാനാണോ സുമിത്ര ഇവിടെ നിന്ന് വട്ടം കറങ്ങുന്നത്? അതെ, എനിക്കാരും സംസാരിക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അത് നേരെ ചൊവ്വയുള്ള കാര്യമല്ല എന്നുള്ളത് എനിക്ക് വളരെ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണ്. സുമിത്ര പോയ പാടെ തന്നെ ഭാഗ്യം അനിരുദ്ധിന്റെ കാര്യം ഞാൻ സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. അത് അവൾ കേൾക്കാതിരുന്നത് എന്തുകൊണ്ട് നന്നായി എന്ന് അരവിന്ദൻ ഇങ്ങനെ പറയുകയാണ്. നിന്റെ മോൻ അന്വേഷിക്കുന്നു ഒരുപാട് നീ അന്വേഷിക്കുന്നു, നിന്റെ ഗുണ്ടകൾ അന്വേഷിക്കുന്നു. പക്ഷെ എത്ര കണ്ട് അന്വേഷിച്ചിട്ടും അനിരുദ്ധിനെ കുറിച്ചിട്ട് ഒരു തുമ്പ് പോലും കിട്ടിയില്ലല്ലോ. ക്ഷേത്രത്തിൽ അവൻ വന്നെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവന്റെ ഒരു പൊടി പോലും കണ്ടുപിടിക്കാനായിട്ടില്ല. എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തി അവന്റെ ആ ഒരു ഉദ്ദേശം നമ്മൾ തിരിച്ചറിയണം. അറിഞ്ഞില്ലെങ്കിൽ അറിയാലോ, അമ്മയും മകനും ഒക്കെ കൂടി ഒത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ. ഇപ്പൊ തന്നെ ഇതാ നോക്ക്, പ്രതീഷിനെ പോയി കണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പ്രതീഷ് ഇപ്പൊ നമ്മുടെ പക്ഷത്തായിരിക്കുന്നത്. പക്ഷേ എപ്പോഴും വിധി നമുക്ക് അനുകൂലമായിരിക്കില്ല എന്നുള്ള കാര്യം രഞ്ജിത അരവിന്ദനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഇവർ സംസാരിക്കുമ്പോഴത്തേക്കിനും സുമിത്ര ചെറിയ രീതിയിലൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. എന്നാലും വലിയ കാര്യമാക്കാതെ പുള്ളിക്കാരി കിച്ചണിലേക്ക് പോവാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ പങ്കജ് ഓടി വരികയാണ്. പങ്കജ് വന്ന പാടെ തന്നെ
തൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ പങ്കജിനോടൊപ്പം നമ്മുടെ പൂജയും എത്തിയിട്ടുണ്ട്. അപ്പോൾ പൂജയെ കണ്ടതും സുമിത്രയാണെങ്കിൽ മോളെ നീ ഇന്ന് ഓഫീസിൽ പോകണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലമ്മേ, ഞാൻ ഇച്ചിരി താമസിച്ച് പോകാമെന്ന് വിചാരിച്ചു. അമ്മേനെയും അച്ഛമ്മേനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ, നിങ്ങളെ കാണാതെ എനിക്ക് ഇരിക്കാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പൂജയാണെങ്കിൽ ഓടി വന്ന് സുമിത്രയെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെതാ സുമിത്രയാണെങ്കിൽ പൂജയും കൂട്ടി സരസ്വതി അമ്മയുള്ള ആ ഒരു റൂമിലേക്ക് പോവാ. അപ്പം ഈ പോകുന്ന തക്കം നോക്കി നമ്മുടെ പങ്കജാണെങ്കിൽ രഞ്ജിതയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അപ്പൊ രഞ്ജിതയോട് പറയുന്നുണ്ട്, അമ്മേ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ. ഇവളുണ്ടല്ലോ, ഇവളെ ഈ സുമിത്ര ആന്റി ചട്ടം കെട്ടി വിട്ടിരിക്കുകയായിരുന്നു. അനിരുദ്ധേട്ടൻ ക്ഷേത്രത്തിൽ വന്ന കാര്യങ്ങളെല്ലാം ചിക്കി ചെകയുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ആ ഒരു കാര്യം അങ്ങ് ബ്ലോക്ക് ചെയ്യുക ചെയ്തത്. അവളിതാ പൂജാരിയെ വരെ പുള്ളിക്കാരൻ്റെ ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ അറിയുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതും ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് വിട്ടു. എന്തായാലും എൻ്റെ മോനെ ഞാൻ വിളിച്ചു പറഞ്ഞത് കൊണ്ട് വലിയൊരു ഉപകാരം തന്നെ ആയി. ഇവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാഹചര്യം നീയായിട്ട് മുടക്കിയല്ലോ അമ്മേ. അതിനെല്ലാം നന്ദി പറയേണ്ടുന്നത് ദീപുങ്കിളിനോടാണ്. ദീപുങ്കിൾ ഇപ്പം എനിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പം ദീപുങ്കിളിനെ അമ്മ ഒരിക്കലും മറക്കരുതെന്നുള്ള കാര്യം പങ്കജ് ഇങ്ങനെ രഞ്ജിതയെ ഓർമ്മിപ്പിക്കുകയാണ്. ആയിക്കോട്ടെ മോനെ, വേണ്ട രീതിയിൽ ദീപുവിനെ കാണാം എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും സുമിത്ര ആണെങ്കിൽ ഇതാ രോഹിത്തിന്റെ ആ ഒരു ഡയറി എടുത്ത് പൂജയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ പൂജ പറയുന്നുണ്ട്, ഇതെന്താ സംഭവം? അത് മോളുടെ അച്ഛൻ എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു ഡയറിയാണ്. അമ്മയ്ക്ക് ഇവിടുത്തെ സ്റ്റോർ റൂമിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ള കാര്യമൊക്കെ പറയുക. പക്ഷെ നമ്മുടെ സുമിത്ര അവിടെ ഒരു അബദ്ധം കാണിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ കാര്യങ്ങളെല്ലാം കൈമാറുന്നത് സരസ്വതി അമ്മ എന്ന് പറയുന്ന പാഷാണത്തി കൃമിയുടെ മുന്നിൽ വെച്ചിട്ടാണ്. അപ്പൊ സരസ്വതി അമ്മയാണെങ്കിലും ഇതൊന്നും താൻ കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ പുള്ളിക്കാരി ഉറങ്ങുന്നതായിട്ടും ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ കള്ള ഉറക്കം നടിച്ചിരിക്കുകയാണ് സരസ്വതി അമ്മ എന്നുള്ള കാര്യം നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അങ്ങനെ സരസ്വതി അമ്മ ഇതിനെല്ലാം ചെവിവട്ടം പിടിച്ചിരിക്കുമ്പോഴത്തേക്കിനും അമ്മേ ഈ ഡയറി വായിച്ചു കഴിഞ്ഞാൽ ഇത് അച്ഛൻ്റെ കൈപ്പടയിലുള്ളതല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ആ രഞ്ജിതാൻ്റിക്കെതിരെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വജ്രായുധം തന്നെ ആയിരിക്കും ഇതെന്നുള്ള കാര്യം പൂജ സുമിത്ര ഇങ്ങനെ ഓർപ്പിക്കുകയാണ്. മോളെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംഭവം സ്റ്റോർ റൂമിൽ നിന്ന് എടുത്ത കാര്യം രഞ്ജിത അറിഞ്ഞിട്ടില്ല. രഞ്ജിത അറിയാതെ തന്നെയാണ് ഞാനിത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരങ്ങളെല്ലാം, അതുമാത്രമല്ല വേറെ ഒരു രേഖ അമ്മ കണ്ടെത്തിയിട്ടുണ്ട്, ഈ രേഖകളെല്ലാം വെച്ച് നമുക്കൊരു കേസിന് കൊടുക്കാമെന്നുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കുകയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴോ സരസ്വതി അമ്മ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, നീ കേസിന് പോവും, നീ ഇനി ഈ സ്വത്തൊക്കെ തിരികെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിന്റെ കയ്യിൽ നിന്ന് 5 പൈസ കിട്ടണമെങ്കിൽ ഈ സരസ്വതി നിന്നോട് തെണ്ടേണ്ടി വരും. പക്ഷേ ഈ കിട്ടിയ അറിവുകൾ വെച്ച് രഞ്ജിതയോട് വിലപേശി കഴിഞ്ഞാൽ രഞ്ജിത അത്യാവശ്യം വേണ്ടുന്ന കാശ് തരും. അതുകൊണ്ട് ഏതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ സരസ്വതി അമ്മ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. എന്തായാലും ചതിവിന്റെ കൂടെ മാത്രമല്ലേ പുള്ളിക്കാരി നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ആയിരിക്കും പുള്ളിക്കാരുടെ ചിന്തകളും ഒക്കെ പോകുന്നത്. അപ്പം അത്തരത്തിലുള്ള നമ്മുടെ സുമിത്രയെ ഒറ്റാനുള്ള സകല കാര്യങ്ങളും സരസ്വതി അവിടെ ഇരുന്ന് ഒപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു വീട്ടിൽ വന്ന് ഇങ്ങനെ സുഖിച്ച് താമസിക്കുന്ന സരസ്വതി അമ്മ. അപ്പം അത്തരത്തിൽ സൂപ്പർ ഹിറ്റ് കഥയാണ് വരുന്നത്. ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം, നല്ലൊരു രാത്രി തന്നെയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്